എടാ നമ്മൾ കഴിഞ്ഞ മന്ത് സൺഡേസ് ഉൾപ്പെടെ വർക്ക് ചെയ്തില്ലേ, അതിന്റെ കോമ്പൻസേറ്ററി ആണ് HR. നമുക്ക് ട്രിപ്പ് പോയാലോ? കഴിഞ്ഞ മാസം ട്രിപ്പ് പോയാൽ കട തരുന്നില്ല, എപ്പോഴാണ് അടുത്ത ട്രിപ്പ്? അത് കഴിഞ്ഞ മാസം. അത് തന്നെ, ആകെ ഹെക്ടിക്കാൻ പ്രാന്ത് പിടിച്ചിരിക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ പോയി സമാധാനത്തോടെ ഇരിക്കട്ടെ. സിബി എവിടെയാന്ന് വെച്ചപ്പോ ഈ ട്രിപ്പ് പോകുന്നത് നമ്മൾ സമാധാനത്തിന് വേണ്ടിയാണ്. രാജു, നീ അല്ലേ ട്രിപ്പിന് പറയും? ഞാനില്ല, എനിക്ക് വീട്ടിൽ പോയി മുച്ചിയുടെ പത്തിരി ഇറച്ചിയൊക്കെ കഴിക്കണം. ഞാൻ അവധിയിൽ എന്താ പ്ലാൻ? എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞാൻ റൂമിലിരിക്കും. സ്വാഭാവികം. അതെന്താ, നിനക്ക് വീട്ടിൽ പോയിക്കൂടെ? ഇല്ല. ഈ മറുപടിയും പ്രതീക്ഷിച്ചതാ. വർഷത്തില് 2 തവണ പോലും ഇവള് വീട്ടിൽ പോയി ഞാൻ കണ്ടിട്ടില്ല. വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ പോയിട്ടോ ചാണ്ടി. മനുഷ്യപരായ കുറച്ചൊക്കെ സമാധാനം റെസ്റ്റ് ഒക്കെ വേണ്ടേ? ശരിക്കും നീ ആയിട്ടോട്ടോ ഇങ്ങനെ വീട്ടിൽ പോകാതിരിക്കണേ. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂ. അയ്യോ, പത്തിരി ഇറച്ചി. ഞാനേ ഈ വ്യാഴപ്പള്ളി കൂടെ അവധി എടുക്കുന്നത് എന്താ അഭിപ്രായം? അതെ, എന്താ അതടക്കി അങ്ങ് പോവുമല്ലോ, തിരിച്ചു. നീ ഇറങ്ങിയ? നീ പോകുന്നില്ലേ വീട്ടില്? ഇവിടെ ഇന്നിറങ്ങിയാ ഞാൻ ലേറ്റ് ആവും എത്താൻ. ഞാൻ രാവിലെ പോകുന്നു. ആണോ? ഒറ്റയ്ക്ക് ഞാൻ പേടിയൊന്നുമില്ലല്ലോ? പേടിയാ? എനിക്കാ പേടിയൊന്നുമില്ല. പിന്നെ ചാണ്ടീനെ വിളിച്ചിട്ടുണ്ട്. ശരി, ഞാൻ പോയട്ടോ. ബൈ. എടി, അമ്മ ഉണ്ടാക്കുന്ന അച്ചാറ് കൊണ്ടുവരാൻ മറക്കല്ലേ. വന്നല്ലോ, ഞാനെങ്കിൽ ഇറങ്ങട്ടെ. എൻജോയ്. ബൈ ബൈ. നീ എന്താ ലേറ്റ് ആയേ? ബസ് കിട്ടണ്ടേ? ഓ ഇവിടെ ഇരിക്കാ. ബാ, ചായ കുടിക്കാം. ചായ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടില്ല, വെക്ക് വന്നു. വാ. എടി, നിനക്ക് നാളെ എപ്പോഴാ ട്രെയിൻ? എടി, ഞാൻ രാവിലെ 6:30 7 മണിക്കാ. പിന്നെ പോയി വരുമ്പോ ഉമ്മുണ്ടാക്കുന്ന ബീഫ് കൊണ്ടുവരണം കേട്ടോ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ കുട്ടി? ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഞാൻ വന്നു കഴിഞ്ഞ ഇവിടെ ഉണ്ടാവും. അല്ല, നിനക്കും വീട്ടിൽ പോയാൽ നല്ല ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി തരില്ലേ? നീ പോവാഞ്ഞിട്ടല്ലേ? നീ എന്താ എൻ്റെ വീട്ടിൽ പോവാത്ത? നിങ്ങൾ പറയാറില്ലേ നിങ്ങൾക്ക് വീട്ടിൽ പോകുമ്പോഴാണ് സമാധാനം കിട്ടുകയെന്ന്? പക്ഷെ എനിക്ക് വീട്ടിൽ പോവാതിരിക്കുമ്പോഴാണ് സമാധാനം കിട്ടുക. അതെന്താടാ നീ ഇങ്ങനെ പറയുന്നേ? ചിലപ്പോൾ ചെറുപ്പത്തെ ട്രോമ ആയിരിക്കാം. അങ്ങനെ ഒരു ഹെൽത്തി ചൈൽഡ്ഹുഡൊന്നും ഇല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നു. അപ്പയ്ക്കും അമ്മയ്ക്കും ആൺകൊച്ച് വേണമെന്നായിരുന്നു ആഗ്രഹം. ഉണ്ടായത് പെണ്ണാണെന്ന് അറിഞ്ഞപ്പോൾ 2 പേർക്ക് എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു, തീരെ താല്പര്യമില്ലായിരുന്നു. എന്തോ അവർക്ക് പെൺകൊച്ചുണ്ടായത് എൻ്റെ പ്രശ്നം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് പണ്ട് തൈറോയിഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വേറെ കൊച്ചും നോക്കിയില്ല. ഇതിൻ്റെ പേരിൽ എന്നും അടി. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇവരുടെ അടിയിടിയും കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ അവസ്ഥ പറയാൻ പോലും എനിക്ക് ആ വീട്ടിൽ ഒരാളുണ്ടായില്ല. എല്ലാം ഒറ്റയ്ക്ക് സഹിച്ചു. എന്ന് ഞാൻ കരഞ്ഞുറങ്ങാറുള്ളൂ. അതിന് ഉറക്കമൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കരഞ്ഞ് തളർന്ന് ബോധം പോകുന്നൊരവസ്ഥയില്ലേ, അതായിരുന്നു. ഈ പബ്ലിക് എക്സാമിൻ്റെ തലേ ദിവസമല്ലേ ഭയങ്കര അടി. എന്നിട്ട് സഹി കെട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടിരുന്നിട്ട് പഠിച്ചു. ഒന്ന് സിറ്റ് ഔട്ടിനെ വിളിച്ചിട്ട് ഞാൻ കഴിക്കുന്ന ഫുഡിന് പോലും അപ്പനോട് കണക്ക് പറയുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത നല്ലൊരു ഡിസിഷനായിരുന്നു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ചിലർക്ക് സമാധാനം കിട്ടുന്നതും ചിലരുടെ സമാധാനം കെടുത്തുന്നതും സ്വന്തം വീട് തന്നെയായിരിക്കും. എടി, സമയം 11 മണിയായി. നമുക്ക് നാളെ നേരത്തെ പോകണ്ടേ? കിടക്കാം.